അപ്പോൾ ഇന്ന് ഓഫ് കിട്ടിയൊരു ദിവസം രാമശ്ശേരി ഇഡലി കഴിക്കാൻ പോകാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഇറങ്ങിയതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി കിട്ടാണ്ട് പോവോ? അങ്ങനെ വരാൻ വഴിയില്ല. നമ്മൾ തേടിയ വെള്ളി അവസരം കാലിൽ ചുറ്റിച്ചു. ശരിക്കും വല്ലാണ്ട് ചുറ്റിച്ചു. ഇത് രാമശ്ശേരി ഇഡ്ഡലി. പക്ഷെ അതിപ്പോൾ ഭയങ്കര ഫേമസ് ആയി. നല്ല ഗംഭീര ടേസ്റ്റ് കേട്ടോ. പാടങ്ങളും നെൽകൃഷിയും ഒക്കെ നമുക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അത് മറ്റെവിടെയും പോയിട്ട് കാര്യമില്ല, പാലക്കാട് ഉണ്ടാവും. പക്ഷെ അവിടുത്തെ കാലാവസ്ഥ വേറെയാണ് പറയണേ. ഹലോ, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു വിവേക് ഊബൻസ് ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ. ഞാനിപ്പോൾ ഒരു എന്താ പറയുക, രാമശ്ശേരി ഇഡലി കഴിക്കുക. ഞാനിപ്പോൾ പാലക്കാടാണ്, പാലക്കാട് കൊടുവായൂരാണ്. അപ്പോൾ ശ്രീവത്സ എന്ന് പറഞ്ഞ ഹോട്ടൽ, അവിടെ താമസിക്കുന്നത്. സീരിയലിൻ്റെ ഭാഗമായിട്ട് വന്നതാണ് ഷൂട്ടിങ്ങിൻ്റെ. അപ്പോൾ ഇന്ന് ഓഫ് കിട്ടിയൊരു ദിവസം രാമശ്ശേരി ഇഡലി കഴിക്കാൻ പോകാമെന്നുള്ളൊരു തീരുമാനത്തിൽ ഇറങ്ങിയതാണ്. അപ്പം അവിടെ ചെന്നിട്ട് ബാക്കി സംഭവങ്ങൾ ഞാൻ അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളും അറിയിക്കാം. അപ്പോൾ പോയിട്ട് വരാം. ഭയങ്കര വിശേഷപ്പെട്ട ഒരു സംഭവമാണെന്നാണ് പറയുന്നത് രാമശ്ശേരി ഇഡ്ഡലി. പാലക്കാട് വന്നു കഴിഞ്ഞാൽ രാമശ്ശേരി ഇഡ്ഡലി കഴിക്കാതെ ആരും പോകാറില്ല. കാരണം അത്ര ഈ പറഞ്ഞ പോലെ ഫേമസ് ആണ്, അത്രയും പോപ്പുലറാണ് ഈ രാമശ്ശേരി ഇഡ്ഡലി. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളും എന്താണ് അവിടെ ഇത്രയും സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പം തീർച്ചയായിട്ടും ഞാൻ അവിടെ ചെന്നിട്ട് വിശദ വിവരങ്ങളോടുകൂടി നിങ്ങളെ വിവരിക്കാം. ഒരു കൊതിയോടുകൂടി ഞാൻ അങ്ങോട്ട് പോവാണ്. രാമശ്ശേരി എത്തിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു ഗംഭീരമായിട്ട് നമുക്കങ്ങ് തുടങ്ങിക്കളയാം. ഞാനപ്പം അവിടുത്തെ സിറ്റുവേഷൻസും കാര്യങ്ങളും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ടൈമാണ് ഇവിടെ. അപ്പം ഇതേ ഞാൻ കാണിച്ചു തരാം. രാമശ്ശേരി ഇതാണ് സംഭവം. ഇവിടെയാണ് നമ്മൾ കഴിക്കാൻ പോണത്. അപ്പം അവിടെ എങ്ങനെയാണ് ഈ പറഞ്ഞ പോലെ ഞാൻ വളരെ ആഗ്രഹത്തോടു കൂടിയും ആശയോടും കൂടിയും വന്നൊരു സ്ഥലമാണ്. ഓക്കെ, അപ്പം ആ സ്ഥലത്ത് അവർ ഇല്ല സ്ഥാനം. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ രാവിലെ മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ നമ്മൾ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അവർ ചുട്ട് വയ്ക്കുള്ളൂ എന്നാണ് പറയണത്. അപ്പം ഇവിടെ വേറൊരു സ്ഥലം ഉണ്ടെന്ന് പറയണുണ്ട്. നമ്മളപ്പോൾ അങ്ങോട്ട് പോവുകയാണ്. ഇനി ഇത് ഈ പറഞ്ഞൊരു ഇത്രയും ആഗ്രഹിച്ചും ആശിച്ചും വന്നിട്ട് നമുക്ക് എന്താ പറയുക, കിട്ടാണ്ട് പോവോ? അങ്ങനെ വരാൻ വഴിയില്ല. ഇതെവിടെയാണെന്നാണ് കണ്ടുപിടിക്കാനായിട്ടൊരു പാട്. രാമശ്ശേരി ഇഡലി ഇവിടെയാണോ? ഈ വീടാ? ഇപ്പം ഉണ്ടാവോ? ഒരു ഐഡിയ ഇല്ല. രണ്ടും കൽപ്പിച്ചങ്ങ് പോവുക. നോക്കാം. ഇല്ലെങ്കിൽ കഴിക്കാം, ഇല്ലെങ്കിൽ നമ്മൾ തളരില്ല, അടുത്ത സ്ഥലത്തേക്ക് പോകും. രാമശ്ശേരി ഇഡലി ഇവിടെയാണ്. ഇപ്പം ഉണ്ടോ? ഉണ്ടോ? ഒരു ഷൂട്ടിങ്ങിൻ്റെ ആവശ്യമായിട്ട് വന്നത്. അപ്പം ജസ്റ്റ് ഇവിടെ ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് ചോദിച്ചു. ഞാൻ മാത്രമേ ഉള്ളൂ. നമ്മൾ തേടിയ വെള്ളി അവസരം കാലിൽ ചുറ്റിച്ചു. ശരിക്കും വല്ലാണ്ട് ചുറ്റിച്ചു. കഴിഞ്ഞ ഇപ്പൊ കിട്ടുന്ന എവിടെയെങ്കിലും ഉണ്ടോ? അപ്പ കറിയും ഒക്കെ ഉണ്ടല്ലോ, പൊടി മാത്രമേ ഉള്ളൂ. അപ്പൊ നോർമലി എന്തൊക്കെയാ കറികൾ ഉള്ളത്? ഞങ്ങൾ പൊടി മാത്രമേ കൊടുക്കാറുള്ളൂ. ഞങ്ങള് കടകൾ സപ്ലൈ ആണ്. ഇതിപ്പോൾ ഇവിടുന്ന് കടകളിലേക്ക് സപ്ലൈ ആണ് ചെയ്യാറ്. ഇവിടെ ഇഡ്ഡലിയുടെ പൊടി മാത്രമേ കൊടുക്കാറുള്ളൂ. തൽക്കാലം ഉണ്ടാവും. അപ്പം ഉള്ളത് വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം.
ഒരു വീട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പിലാണ്. ഇതെന്താ ഇതിന്റെ ഈ പ്രത്യേകത എന്താണ് രാമശ്ശേരി ഇഡ്ഡലി? നമ്മള് മൺപാത്രത്തിലില്ലേ, മൺചട്ടിയില് ആവിയിലില്ലേ, ഒരു നാല് ഇഡ്ഡലി ഒരു സമയത്ത് വേകുള്ളൂ. 100 ഇഡ്ഡലി ആകണമെങ്കിൽ 1 മണിക്കൂറാവും. പിന്നെ മൺപാത്രത്തിന്റെ വക്ക് വെട്ടിത്തരും ഈ ചട്ടിയൊക്കെ ഉണ്ടാക്കണവര്. അപ്പൊ അവിടെ അതില് നെറ്റ് പോലെ കെട്ടിയിട്ടാണ് അതില് അടുക്കടുക്കായി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ഒരു വീട്ടിൽ വന്നിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര സംഭവമായിട്ടുണ്ട് ഇത്. അപ്പോൾ ഇതിൽ എണ്ണ ഒഴിക്കും ഇനി പൊടിയിൽ. ഇതിന്റെ മേലല്ലേ തുണി വിരിച്ചിട്ട് മാവ് ഒഴിക്കും. 4 ഇഡ്ഡലി ഒരേ സമയത്ത് ഇതിന്റെ മേലേക്കായിട്ട് 4 എണ്ണം വെക്കും. 4 ഇഡ്ഡലി ഒരു സമയത്ത് വേകുള്ളൂ. ഓക്കെ. അപ്പൊ 1 മണിക്കൂറാവും 100 ഇഡ്ഡലി ഉണ്ടാക്കാൻ. ഇതാണ് ഇത് ഉണ്ടാക്കാനുള്ള സംഭവം. ഇതിൽ വെച്ചിട്ടാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പം ഇതൊരു സ്പെഷ്യൽ വെറൈറ്റീസ് ആണ്. നമ്മളവിടെയൊക്കെ ഇഡ്ഡലി കിട്ടും, പക്ഷെ ഇത്ര വലുതല്ല, കുറച്ചുകൂടെ സാധാരണ നോർമൽ ഇഡ്ഡലി. അത് ഇവിടെ വീടുകളിൽ കഴിക്കാനൊക്കെ നമ്മൾ ഉണ്ടാക്കും. ഈ പേര് ഇതിൽ വന്ന കാര്യം അത് രാമശ്ശേരി സ്ഥലത്തിന്റെ പേരാണ്. അപ്പൊ ഇവിടെ ഞങ്ങളുടെ മുത്തശ്ശന്റെ അമ്മയാണ് രാമശ്ശേരി. എന്താ പറയാ, ചിറ്റൂര് മുത്തശ്ശി പറയും, അരുണാചലം താത്തന്റെ അമ്മയാണ്. അവരാണ് ഈ രാമശ്ശേരി ഇഡ്ഡലി. നേരത്തെ നെയ്ത്തായിരുന്നു ഞങ്ങളുടെ മുതലേര് സമുദായമാണ്. അപ്പൊ നെയ്ത്തായിരുന്നു ഞങ്ങളുടെ തൊഴില്. അപ്പോ അതിനെ കുറച്ച് നൂലിനൊക്കെ ക്ഷാമം വന്നപ്പോ കുറെ പേരൊക്കെ ഇവിടെ കോയമ്പത്തൂര് മില്ലൊക്കെ ഉണ്ടായിരുന്നില്ല, ലക്ഷ്മി മില്ലിലേക്ക് കുറെ പേര് പോയി. പിന്നെ അങ്ങനെ തൊഴിൽ ഇല്ലാണ്ടായപ്പോ കണ്ടുപിടിച്ചതാണ് മുത്തശ്ശി ഇത് രാമശ്ശേരി ഇഡ്ഡലി. പക്ഷെ അതിപ്പോ ഭയങ്കര ഫേമസ് ആയി. പിന്നെ വേറെ സംഭവം പറയാൻ മറന്നായി. ഇപ്പൊ ഞങ്ങളിപ്പോ 7ാമത്തെ തലമുറയാണത്. ഓ അത് ശരി. പിന്നെ വേറെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവിടെ കിട്ടുന്ന പോലത്തെ സാമ്പാറല്ല കേട്ടോ ഇവിടുത്തെ. ഓരോടത്തെയും അല്ല, ഓരോടത്തെയും രീതിയിലും വ്യത്യാസങ്ങളാണല്ലോ. പക്ഷെ ഒന്നും പറയാല്ല, ഗംഭീര ടേസ്റ്റ്. പിന്നെ വേറെ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ഈ പൊടി ഉണ്ടല്ലോ, മറ്റേ ഇഡ്ഡലി പൊടി, ഇത് ഇത്രയും സോഫ്റ്റ് ആയിരിക്കില്ല. കുറച്ച് നമുക്ക് ഇത് ഭയങ്കര സോഫ്റ്റ് ആയിരിക്കുന്നു. 10 കിലോ അരിക്ക് 1 കിലോ മുളക്, പിന്നെ 1 കിലോ ഉഴുന്ന്, പിന്നെ കുരുമുളക്, ജീരകം, എല്ലാം കായം, കരിവേപ്പിന്റെ ഇല, ഇതെല്ലാം കൂടി വറുത്തിട്ട് ഒന്നിച്ച് 10 കിലോ ഒന്നിച്ച് പൊടിച്ചിട്ട് വരിക ചെയ്യാം. നല്ല ഗംഭീര ടേസ്റ്റ് കേട്ടാ. കാണുന്നുണ്ടാ? അടിപൊളി ടേസ്റ്റ്. ഞങ്ങള് ഏഷ്യാനെറ്റില് സീരിയലിന്റെ ഫാനാണ്. ദീപ്തി IPSന്റെ പരസ്പരം പോലും ഞാനും അമ്മ അവരൊക്കെ നിങ്ങളുടെ ഫാനാണ്. ശരി. സി കേരളം ചാനൽ, സി കേരളം അതിൽ പുതിയ സീരിയൽ വരുന്നു, മധുര നൊമ്പരക്കാറ്റ്. ഇത് ഗംഭീരമായിട്ടുണ്ട്. വേണ്ട, ഞാൻ ഇനി അപ്പുറത്ത് പോയി കഴിക്കാന്ന് വെച്ചാൽ അവിടുത്തെ. അപ്പോൾ നല്ല ടേസ്റ്റി ഫുഡ്. അപ്പോൾ നമുക്ക് ഇനി അപ്പുറത്തെ കടയിൽ പോകുമ്പോൾ കാണാം. അവിടെ കുറച്ചുകൂടെ കറികളും ഒരു കെമിക്കലും ഇല്ലാട്ടോളൂ. നമ്മള് അരി ഉഴുന്ന് ഉലുവ മാത്രമേ ഉള്ളൂ. 24 മണിക്കൂറും കേടൊന്നും വരില്ല. ദൂരത്തേക്കൊക്കെ പോകുമ്പോല്ലേ, യാത്ര ചെയ്യുമ്പോഴും പിന്നെ ടൂർ പോകുമ്പോഴൊക്കെ ആൾക്കാർ വാങ്ങിട്ട് പോകും, ഗൾഫിലേക്കൊക്കെ കൊണ്ടുപോകും. ഇത് സോഫ്റ്റ്നെസ്സോട് കൂടി തന്നെ ഇരുന്നോളൂ. ഇപ്പൊ ഒരു 6 മാസമൊക്കെ ആയിക്കഴിഞ്ഞാൽ ഇഡ്ഡലിയിൽ പാലൊക്കെ ഒഴിച്ചിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. ഏത് അസുഖമുള്ളവർക്കും കഴിക്കാം, കുഴപ്പമില്ല. ഇതില് വേറെ കെമിക്കൽസ് ഒന്നും സോഡാപ്പൊടി അങ്ങനെയുള്ളതൊന്നും ചേർക്കണില്ലല്ലോ. അതുകൊണ്ട് ഇത് നിലനിന്ന് പോണത്. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ഒരു അസുഖമൊന്നും വരില്ല ആർക്കും. 2 ഇഡ്ഡലിയൊക്കെ കഴിച്ച വഴി അറിഞ്ഞില്ല, പടയെന്ന് തീർന്നു. അപ്പൊ ഇദ്ദേഹമാണ് ഞാൻ കഴിച്ചോണ്ടിരുന്നപ്പോ വീഡിയോ എടുത്തിരുന്നത് കേട്ടാ. പേര് ശരത്താണ് വീഡിയോ എടുത്തത്. ശരത്ത് ട്രിവാൻഡ്രത്ത് വികാസ് ഭവനിൽ ലോട്ടറി ഡിപ്പാർട്ട്മെന്റിൽ വർക്ക് ചെയ്യാണ്. അപ്പം അദ്ദേഹം ലീവിന് വന്നതാണ്. അപ്പോൾ അതായി ഇത്രയും ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ വളരെ സന്തോഷം. 2 ഇഡ്ഡലി ഞാൻ കഴിച്ചു. ബാക്കി ഇനി ഇവരുടെ കടയുണ്ട് തൊട്ടപ്പുറത്ത്, അവിടെ കുറച്ചുകൂടെ കറികളോട് കൂടി കൊടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അങ്ങോട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അപ്പോൾ അവിടെ ചെന്നിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. നമ്മൾ ആ ഹോട്ടലിൽ ചെന്നു. അപ്പോൾ അവിടെ അവൈലബിൾ അല്ല, കാരണം അവർക്ക് ഇനി കറിയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ ഇങ്ങനെ ലേറ്റ് ആവും. അങ്ങനെ ഉള്ളതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ 2 ഇഡ്ഡലി കഴിച്ചു. അപ്പം എന്തായാലും ഹാപ്പിയാണ്, കാരണം അവിടെ
ആ വീട്ടിൽ ചെന്നിരുന്ന് കഴിച്ചു, അവരോടൊപ്പം കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് കഴിച്ചപ്പോഴത്തേക്കും ഒത്തിരി ഞാൻ ഹാപ്പിയായി. ഈ പറഞ്ഞ പോലെ ചമ്മന്തി, ഈ ചട്നി, ബാക്കി കാര്യങ്ങൾ കുറവായിരുന്നു എങ്കിലും അവർ വീട്ടിലുണ്ടാക്കിയ സാമ്പാർ ഗംഭീരമായിരുന്നു. പിന്നെ ഈ സാമ്പാറല്ല അവർ കറി അവിടെ നോർമലി കൊടുക്കണമെന്ന് എന്നോട് പറഞ്ഞു. അപ്പോൾ ആ സാമ്പാർ നമുക്കവിടെ കിട്ടിയില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിരുന്നു. അപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മൾ നടന്നു. അപ്പോൾ അത് വളരെ സന്തോഷം. അപ്പോൾ നമ്മൾ തീർത്തും ഈ പറഞ്ഞ പോലെ നമ്മൾ തേടിപ്പോയ കാര്യം, നമ്മൾ ആഗ്രഹിച്ച രാമശ്ശേരി ഇഡ്ഡലി നമുക്ക് കഴിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ചു, അത് കിട്ടി, കഴിച്ചു, ബോധിച്ചു, തിരിച്ച് നമ്മൾ പോവുകയാണ്. അപ്പം ഞാൻ ഇങ്ങോട്ട് വന്ന സമയത്തൊക്കെ ഒത്തിരി നല്ല സ്ഥലങ്ങൾ കണ്ടു. അപ്പോൾ എനിക്ക് നിർത്തി വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. തിരിച്ച് അതുവഴിയാണ് പോകണം എന്നുണ്ടെങ്കിൽ ഞാൻ മാപ്പ് ഇട്ടിട്ടുണ്ട്. ആ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് നിർത്തി കാണിച്ചിടാം. വളരെ ഭംഗിയായിട്ടുള്ള സ്ഥലങ്ങളാണ് നമ്മൾ പോകുന്നത്. ഇച്ചിരി മഴയും കൂടെ ഉള്ളതുകൊണ്ട് പാടങ്ങളൊക്കെ ഈ നമ്മളെന്താ പറയുക, നമ്മൾ പടം വരച്ച് വെച്ചേക്കും പോലെ ഇരിപ്പുണ്ട്. അത്ര ബ്യൂട്ടിഫുള്ളായിട്ട് ഇരിപ്പുണ്ട്, കളർ അടിച്ച പോലെ ഇരിപ്പുണ്ട്. അപ്പം ആ ഒരു പ്രകൃതി മനോഹാരിത ഞാൻ നിങ്ങളിലേക്കും കൂടെ കാണിക്കാമെന്ന് കരുതുന്നു. നമുക്ക് പോണ വഴി ഞാൻ തിരിച്ചു പോകുന്നത് മാപ്പ് ഇട്ടാൽ പോകുന്നു. അപ്പോൾ ആ വഴിയാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളെ ആ സംഭവങ്ങളൊക്കെ കാണിക്കാം. സ്ഥലം കണ്ട എന്ത് ഭംഗിയാണെന്ന് നോക്ക്. നമ്മൾ ഈ പടമൊക്കെ വരച്ച പോലെ ഇരിപ്പുണ്ട്. അത്ര ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സ്ഥലം, വളരെ ഗംഭീരമായിട്ട് നമുക്കിവിടെ നോക്കിയാൽ അങ്ങ് അറ്റം വരെ ഇതാക്കണ്ട പച്ച കളർ, അങ്ങ് ഡീപ്പായിട്ട് നോക്കിയാൽ തന്നെ കാണാം. വളരെ മറ്റേ നമ്മളെന്താ പറയുക, ഗോ ഗ്രീൻ എന്നൊക്കെ പറയുന്ന പോലെ അങ്ങ് അറ്റം വരെ വളരെ പച്ചയായിട്ട് നിൽക്കുന്നത്. അതൊക്കെ ഇവിടെ വന്നാൽ മാത്രമേ കാണാൻ പറ്റൂ. ഈ പാലക്കാട് മാത്രമേ കാണാൻ പറ്റുള്ളൂ ഇങ്ങനെയുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ ഇതുപോലുള്ള സ്ഥലങ്ങളിൽ തന്നെ വരണം. ഇവിടുത്തെ കൃഷിയും പാടങ്ങളും നെൽകൃഷിയും ഒക്കെ നമുക്ക് ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ അത് മറ്റെവിടെയും പോയിട്ട് കാര്യമില്ല, പാലക്കാട് തന്നെ വേണം. രണ്ട് സൈഡും പാടങ്ങളായിട്ട് അതാ. അപ്പോൾ ആ വഴിയിലൂടെയാണ് നമ്മളിപ്പം പൊക്കോണ്ടിരിക്കുന്നത്. എനിക്ക് ഇങ്ങനെയുള്ള വഴികളൊക്കെ കാണുമ്പോൾ ഭയങ്കര മറ്റേ നൊസ്റ്റാൾജിക് ഫീൽ എന്നൊക്കെ പറയും. ചെറിയൊരു മഴയും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ, മഴയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മഴയും കൂടെ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ ഭയങ്കര ഫീലാണ്. ഈ രണ്ട് മരങ്ങളിലും രണ്ട് സൈഡിലും തണലും മരങ്ങളും ഒക്കെ ആയിട്ട് പോകുമ്പോഴത്തേക്കും ഭയങ്കര ഫീലായിരിക്കും നമുക്ക്. ഇവിടുന്ന് അടുത്താണ് നെല്ലിയാമ്പതി എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഒരു യാത്ര ഞാൻ അങ്ങോട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. രാമശ്ശേരി ഇഡ്ഡലി നമ്മൾ ആസ്വദിച്ചു. ഇനി അടുത്ത നെല്ലിയാമ്പതിയിലെ പ്രകൃതി രമണീയമായിട്ടുള്ളൊരു യാത്രയും കൂടെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അത് ഇതേപോലെ ഷൂട്ടിൻ്റെ ഇടയ്ക്ക് ടൈം കിട്ടുന്ന സമയത്ത് പോകാനായിട്ടുള്ളൊരു പ്ലാനാണ്. അപ്പോൾ ഇത് നമുക്കിപ്പോൾ കണ്ട എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമെന്ന് നോക്കാം. ഇവിടെയൊക്കെ വന്ന് നമ്മൾ കുറേ നേരം ഇരുന്നാലും നമുക്ക് ഒട്ടും മടുപ്പ് തോന്നില്ല. അത്ര നല്ല രസമുള്ള സ്ഥലങ്ങളാണ്. ഭയങ്കര രസമുണ്ട് കേട്ടോ ഈ മരങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കണ കാണാൻ. ഞാൻ പറയുന്നത് നല്ല രസമുള്ളൊരു റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഉള്ളൊരു ഫീല് വേറെയാണ് മോനെ. ഓക്കെ, രണ്ട് സൈഡും മരങ്ങൾ കൊണ്ട് ഫുൾ കവേർഡാണ്. നല്ല ക്ലൈമറ്റും കൂടെ ആണെങ്കിൽ ഉണ്ടല്ലോ, അയ്യോ ഇത് നല്ല ക്ലൈമറ്റ് അല്ല എന്നല്ല, പക്ഷെ എന്നാലും പാലക്കാട് എന്ന് പറയുമ്പോൾ പാലക്കാടിൻ്റേതായിട്ടുള്ള ഒരു ചൂട് നമുക്കറിയാമല്ലോ. പക്ഷെ ഇത് വളരെ ഭംഗിയായിട്ടുള്ള ഒരു സ്ഥലം, ബ്യൂട്ടിഫുൾ. ആ മരങ്ങൾ ഇങ്ങനെ ഫുൾ കവേർഡായിട്ട് നിൽക്കുന്നത് നല്ല രസമുണ്ട്. അപ്പോൾ രാമശ്ശേരി ഇഡ്ഡലിയുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പം പ്രത്യേകിച്ച് മറക്കണ്ട സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ. അപ്പോൾ
തീർച്ചയായിട്ടും നിങ്ങൾ ഇത് 3 ചെയ്യണം പ്ലീസ്. അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ വിജയിപ്പിക്കുന്ന നിങ്ങൾ ഓരോരുത്തരുമാണ്. അപ്പം നിങ്ങൾ മറക്കാതെ ഇത് ഫുള്ളും കാണുക. ഈ പറഞ്ഞ പോലെ ഇതുപോലുള്ള ഒരുപാട് വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരും. ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറയാം. അപ്പം അങ്ങനെ ഓരോരോ വീഡിയോസായിട്ട് ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ എന്നാൽ കഴിയുന്ന രീതിയിലുള്ള, അപ്പോൾ ഈ പറഞ്ഞ പോലെ ഞാൻ ഭയങ്കര വലിയ യൂട്യൂബറും കാര്യങ്ങളൊന്നും അല്ല. കിട്ടുന്ന സമയങ്ങളിൽ ഈ കുറച്ച് രസകരമായിട്ടുള്ള സംഭവങ്ങൾ എടുത്തു വയ്ക്കുന്നത് പിന്നീട് കുറേ വർഷങ്ങൾക്ക് ശേഷമൊക്കെ നമുക്ക് കാണുമ്പോൾ അതൊരു ഭംഗിയായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഇത്രയും സംഭവങ്ങൾ നമ്മൾ ചെയ്തു, ആ പോയ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ ഓർക്കുമ്പം നമുക്കൊരു എന്താ പറയുക, ഒരു നല്ല ഫീലിങ്സ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക. ബൈ. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീക്ക് കാണാം.